അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ലോകജനതയുടെ രക്ഷകനായ യേശു പുൽക്കൂട്ടിൽ ഭൂജാതനായതിൻ്റെ ഓർമ്മയാചരിക്കുന്ന ഈ അവസരത്തിൽ 800 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഫ്രാൻസിസ് അസിസി തുടങ്ങി വെച്ച പുൽക്കൂട് നിർമ്മാണത്തിൻ്റെ പാരമ്പര്യം ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്നും തുടർന്നു പോരുന്നു. പരിസ്ഥിതി സൗഹൃദമായ പലക, കടലാസ്, ചണച്ച, കറുക്കപ്പൊടി, മണ്ണ്, വെള്ളാരക്കല്ലുകൾ, തടിക്കഷ്ണങ്ങൾ, ഉപ്പ്, ഗോതമ്പ്, കളിമൺ രൂപങ്ങൾ കൊണ്ട് പുനരാവിഷ്കരിച്ചിരിക്കുന്ന ഈ പുൽക്കൂട്ടിൽ അവതരിപ്പിച്ചിരിക്കുന്നത് പോലെ വളരെയധികം വീടുകൾ ഉണ്ടായിരുന്നിട്ട് പോലും വെറുമൊരു കാലിത്തൊഴുത്തിലാണ് ഉണ്ണീശോ പിറന്നത്. എളിമയോടുകൂടി ജീവിക്കാനുള്ള സന്ദേശമാണ് ഈ തിരുപ്പിറവിയിലൂടെ ലോകത്തിന് നൽകപ്പെട്ടത്. ആട്ടിടയന്മാരും രാജാക്കന്മാരും യേശുവിനെ സന്ദർശിക്കാനും ആരാധിക്കാനും നക്ഷത്രം വഴികാട്ടിയും വെളിച്ചവുമായി നിന്നതുപോലെ ജീവിതയാത്രയിലെ കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ ഉണ്ണീശോയുടെ പുൽക്കൂട്ടിലെത്താനും അവിടുത്തെ ആരാധിക്കുവാനും പ്രാർത്ഥനയാകുന്ന നക്ഷത്ര വെളിച്ചത്തിലൂടെ നമുക്ക് നടന്നു നീങ്ങാം. പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണീശു നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.